ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് റിലേഷൻഷിപ്പുകളിൽ ബ്രേക്കപ്പ് വരാറുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. ഞാൻ ഇന്ന് ഒറക്കിൾ കാർഡിനോട് ചോദിച്ചത്, നമുക്കങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് 4 കാർഡാണ് കിട്ടിയത്. ഒന്ന് ആക്സ് എന്ന് പറയുന്നൊരു കാർഡ്. അതായത് ആക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം കോടാലി, അത് സെപ്പറേഷനെ സൂചിപ്പിക്കുന്നൊരു കാർഡാണ്. രണ്ടാമത്തത് ഒരു കാസറ്റാണ്. കാസറ്റിൻ്റെ ഒരു കാർഡാണ്. കാസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല ഈവൻസിലൂടെയും കടന്നു പോകും. അപ്പോൾ ചില ഈവൻസുകൾ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഈവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് മുറിപ്പെടുത്തിയ ഈവൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈവൻസ്, നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈവൻസ്, അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഓർക്കാനാണ് പറയുന്നത്. ഓർക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില കാര്യങ്ങൾ സെയിം പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് അഡിക്ഷൻ. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റേയാൾക്ക് കൊടുക്കും നമ്മൾ, അല്ലേ? നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ മറ്റേയാളെ സ്നേഹിക്കുമ്പോൾ അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നാലാമതായിട്ട് വരുന്നത് ഒരു ക്യാമറ എന്ന് പറയുന്നൊരു കാർഡാണ്. ക്യാമറ എന്ന് പറഞ്ഞ കാർഡ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ 2 പേര് തമ്മിൽ ഒരുമിച്ചിരിക്കുന്നൊരു സാഹചര്യം, നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഓറക്കിൾ കാർഡ് തരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, ആ ഒരു സാഹചര്യം, ആ ഓരോ മൊമെൻറ്റും പിന്നീട് നമ്മൾ ഓർക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മെമ്മറിയാക്കി മാറ്റാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴെല്ലാം, ഫ്യൂച്ചറിൽ എപ്പോൾ ഓർത്താലും അത് ഭയങ്കര രസമുള്ളൊരു മെമ്മറി ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ ഓരോ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഓറക്കിൾ തരുന്ന മെസ്സേജ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാരറ്റ്സ് കാർഡ് എടുത്തു. അപ്പോൾ ടാരറ്റ്സ് കാർഡിൽ എനിക്കൊരു പാറ്റേൺ ആണ് വന്നത്. അപ്പോൾ ആരുടെ പാറ്റേൺ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ പാറ്റേണിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു റിലേഷൻഷിപ്പ് വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തു. അതിങ്ങനെ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മൂന്നാമതൊരാളിൻ്റെ എൻട്രി ഉണ്ടാകുന്നു. മൂന്നാമതൊരാൾ എൻട്രി വന്നപ്പോൾ, ചിലപ്പോൾ ഇത് നിങ്ങളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലായിരിക്കാം, ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ചോയ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ മറ്റേ ആളിനെ ചൂസ് ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിൽ വേറൊരാളിനെ ചൂസ് ചെയ്തു, അവരാണെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യാതെ മറ്റൊരാളിനെ ചൂസ് ചെയ്തു. 2 സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ടത് മാറി. അങ്ങനെ വന്നപ്പോൾ ഇതൊരു ഡബിൾ കാർഡും കൂടെയാണ്. അതായത് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അഡിക്ഷൻ ആയിട്ടുള്ള, ഓക്കെ, ഊരി പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ഷനാണ് മൂന്നാമതായിട്ടുള്ള ആളുമായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പായി, എൻഡായി എന്നാണ് പറയുന്നത്. എൻഡായി കഴിഞ്ഞപ്പോൾ കപ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ആളായിരിക്കാം. തിരിഞ്ഞു നടന്നു. അതിനുശേഷം മൂൺ കാർഡ് വന്നു. ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥയിലോട്ട് വന്നു, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് വന്നു. അതങ്ങനെ ബ്രേക്കായിട്ട് പോയി. ഓക്കെ, പിന്നെ ആ കണക്ഷൻ കഴിഞ്ഞു, അത് പോയുള്ളൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലോട്ട് അത് മാറി. ഭയങ്കര വേദനയായി, ഭയങ്കര സങ്കടമായി. നമുക്കറിയാമല്ലോ, ബ്രേക്കപ്പ് വരുമ്പോൾ ഭയങ്കര സങ്കടമായി. ചിലപ്പോൾ മറ്റേ ആൾക്കായിരിക്കും സങ്കടം, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും സങ്കടം, അല്ലെങ്കിൽ 2 പേർക്കും ഒരുപോലുള്ളൊരു സങ്കടം. തിരിച്ച് വിടാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് അത് പോയി. ഓക്കെ,
നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഓറക്കിൾ കാർഡ് ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ ആവുന്നെങ്കിൽ ഒരു പരിധി വരെ ബ്രേക്കപ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.